കൊളാബിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഒരാളുടെ വിജയത്തിന്റെ പുറകില് ഒരാളുടെ ശക്തി ഉണ്ടാവും, ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാവും പറയാറുണ്ട്. ആ സപ്പോർട്ട് ഇദ്ദേഹമാണ്. അതെ, തീർച്ചയായും. അപ്പം അനു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് അങ്ങ് പോയി. ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കുറേ പ്രൊഡക്ട്സുകൾ ഓൺലൈനിൽ മേടിച്ചിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് മൊത്തത്തിൽ കുളമാവുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരാറുണ്ടോ? അങ്ങനെ ഒരുപാട് ഒരു കോഴ്സ് പഠിച്ച ഒരു എംപ്ലോയി വന്നാലും അവനൊരു 1 ഇയർ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് അവനൊരു ഹെയർ സർവീസ് ചെയ്യുക. എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു റോങ് ആയിട്ടുള്ള അവയർനെസ് കിട്ടിയിട്ടും അതുപോലെ അത് ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരും ഉണ്ടാകാം. ചിലവര് നമുക്ക് ഷോപ്പിൽ വരും, ഒരു കറക്റ്റ് എക്സ്പെർട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്യും. ഇതെല്ലാവരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്, ഹെയർ നീട്ടി വളർത്തി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കൊഴിയും, മുടി പൊട്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. ശരിയല്ല. ഹെയർ ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് വരും. ഇതിപ്പോ മുതൽ കൊളാബിൽ തന്നെ വരുന്ന ക്ലയൻസ് നമുക്ക് സ്റ്റിൽ ഉണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു ഹാപ്പിനെസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴി ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പറയും, ഇപ്പൊ 4 വർഷമായിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അവര്, നമ്മൾ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പോയാൽ ഇപ്പം ഒരു ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ടെൻഷനൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല. ഒറ്റയ്ക്ക് എനിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ്. അത് ആൾക്കാരോട് എനിക്ക് എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്. സംസാരിക്കണം. അവരോട് പറഞ്ഞു കൊടുക്കുന്ന രീതി ഭയങ്കര രസം. നമുക്ക് തോന്നിപ്പോവും, ഒന്ന് അങ്ങോട്ട് ചെല്ലാം, നമ്മുടെ സ്റ്റൈൽ ഏതാണെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മനസ്സിലാവും. ഇത് എങ്ങനെയാണ് അതൊക്കെ പഠിച്ചത്? A few moments later. അത് ഗ്രാജുവലി ഇവൻ എന്താ ചോദിക്കാൻ വന്നെ? എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പറയാമോ? ഞാനിപ്പോ എനിക്ക് തോന്നി അനു വന്നു കഴിഞ്ഞാൽ അതിന് കുറെ ഐഡിയാസ് ഉള്ള ആളാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഒരു സ്ഥാപനത്തെക്കുറിച്ച്. ഈ സ്ഥാപനത്തിൻ്റെ ഓണേഴ്സിനെ ഒന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ ചെയ്യുമെന്ന്. യൂത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു 4 വർഷത്തോളമായി ഇങ്ങനെ നല്ല രീതിയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊളാബ് മേക്കപ്പ് സ്റ്റുഡിയോ. കൊളാബ് ഹെയർ മേക്കപ്പ് സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോന്റെ അമരക്കാരാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, വിഷ്പിൻ ആൻഡ് അനു വിഷ്പിൻ. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. ടെൻഷനൊക്കെ മാറിയില്ലേ? ഇപ്പോ നമ്മളിങ്ങനെ ലൈവായിട്ട് ഒരു പേജിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പ്രസന്റേഷൻ ഒക്കെ ഇവിടെ രണ്ടുപേരും ഒരു ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും വിഷ്പിൻ എന്തായാലും റെഡി ആയിട്ടിരിക്കുക, എന്തും സഹിക്കാൻ, എന്തും നേരിടാൻ തയ്യാറായിട്ടിരിക്കുക. അനു ആരോടെ ടെൻഷൻ തോന്നും? അത് ഉള്ളിൽ കാണിക്കാത്തത്, ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാത്തത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ചില വൈദ്യന്മാരുടെ അടുത്തോ ഡോക്ടറുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അവിടെ നമ്മൾ പറയാതെ തന്നെ ഇങ്ങോട്ട് പറയാന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വരുന്നവർ ആരായിക്കോട്ടെ, അവരോട് പറഞ്ഞു കൊടുക്കുന്ന രീതി ഭയങ്കര രസം. നമുക്ക് തോന്നിപ്പോവും, ഒന്ന് അങ്ങോട്ട് ചെല്ലാം, നമ്മുടെ സ്റ്റൈൽ ഏതാണെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മനസ്സിലാവുന്നു. ഇതെങ്ങനെയാണ് അതൊക്കെ പഠിച്ചത്? ഇത് ഞങ്ങളോട് വരുന്നതിന് മുന്നേ പറഞ്ഞിരുന്നതാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഹലോ ചോദ്യം ഇത് രണ്ടാക്കി ചോദിക്കാൻ പറ്റും. ചെയ്യുന്ന കാര്യമല്ലേ, അതൊക്കെ പറഞ്ഞാൽ മതി. എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ കിട്ടുന്നത്? ഇത് നമ്മൾ കുറേ വർഷം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ആ എക്സ്പീരിയൻസ് എന്നാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് എന്നാണ് ഞാനിവിടെ ഇങ്ങനെ എത്തിയത്. എന്തായാലും അടിപൊളിയാട്ടാ. കറക്റ്റും കിട്ടുന്ന ഇപ്പം എല്ലാവരുടെയും ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും, ഇപ്പം ഞാനടക്കം ഇപ്പം എൻ്റെ ഹെയർ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒരാളോട് പറഞ്ഞത് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. പക്ഷെ ബ്രോൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇതായിരിക്കും നല്ലത്, ഇങ്ങനെയായിരിക്കും നല്ലതെന്നൊക്കെ. ഈ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ബ്രോന്റെ ഇരിപ്പാണെങ്കിൽ എനിക്ക് ടെൻഷനാണ്. ചോദിക്കുമ്പോ ഇതിങ്ങനെ ഉത്തരം പറയും. ഇതിങ്ങനെ ആലോചിച്ച് ഇപ്പോഴേ എനിക്ക് ചോദ്യം ചോദിക്കുമ്പോ തന്നെ ഫസ്റ്റ് തന്നെ ഇത് കണക്ട് ചെയ്ത് ഓക്കെ
അങ്ങനെ ചിന്തിക്കുന്ന Relax ചെയ്ത് പറഞ്ഞാ മതി. ആലോചിച്ചിട്ടൊക്കെ പറയാൻ ചിലപ്പോ അത് ഇന്ന് വിട്ടുപോകും. ഓക്കെ, അന്ന് ഒറ്റ സെക്കൻഡ് നേരെ അനുലേക്ക് വരട്ടെ. അയ്യോ, ഓക്കെ. അനു ശരിക്കും പറഞ്ഞ അപ്പൊ കല്യാണം കഴിഞ്ഞൊരു 3 വർഷമായി. 3 വർഷമായി. ഒരു IT മേഖലയിലായിരുന്നല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ നേരെ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ കണക്ട് ആയത്? ഇത് ത്രൂ ആണ് കണക്ട് ആയത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ ചെയ്യണ്ടേ. കാരണം എനിക്കൊരു പ്രൊഡക്റ്റിന്റെ പേര് പോലും അറിയില്ല, ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനാണ് ആദ്യം വിഷ്ണുവിന് ഒരു റീച്ച് ആവുന്ന ടൈമില് വിഷ്ണുവിന്റെ പേജ് എല്ലാം മാനേജ് ചെയ്തും ക്ലയൻസിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടിരുന്ന ഞാനാണ്. അപ്പോ ആള് അങ്ങനത്തെ കാര്യങ്ങൾ മീൻസ് എന്താ പറയാ റിപ്ലൈ ഫുൾ, അതായത് ഒരുപാട് മെസ്സേജസ് ഉണ്ടാവും. അപ്പൊ ഇരുന്ന് റിപ്ലൈ കൊടുക്കുക, കൂടെ വർക്ക് ചെയ്യുക, അതെല്ലാം പോസിബിൾ അല്ലല്ലോ. അപ്പൊ ഞാനാണ് കൂടുതലും പേജ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോ മാരേജിന് മുന്നേ മുതൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നമ്മളിത് ചെയ്ത് വരുമ്പോ ഇപ്പൊ എനിക്ക് ഒരു ക്ലയന്റ് എന്നോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓഫ് കോഴ്സ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഷ്ണുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇതാണ് ക്ലയന്റ് കൺസേൺ. ഞാൻ പറയും ബാക്കിൽ ഹെയറിന്റെ പിക്ക് അയക്കി. അപ്പൊ അങ്ങനെ പിക്ക് അയച്ച് ഇതെങ്ങനെയാണ് കൺസേൺ, ഇതാണ്, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പൊ ആള് എനിക്ക് പറഞ്ഞു തരാണ്. അങ്ങനെ അതുപോലെ പലതവണ പറഞ്ഞ് പിന്നെ മാരേജിന് ശേഷം ഷോപ്പിൽ വന്ന് ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം കണ്ട് അങ്ങനെയാണ് ഞാനത് പഠിച്ചത്, ഇതിനകത്തേക്ക് കണക്ട് ആയത്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നൊരു 1 year ആണെങ്കിലും ഞാൻ ഡയറക്റ്റ് അങ്ങനെ ബിസിനസ്സിലേക്കൊന്നും അധികം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക, ആളുടെ പുറകിൽ നിൽക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നീടാണ് കാരണം നമ്മൾ വർക്ക് കൂടുന്തോറും ആൾക്ക് മാത്രമാവുമല്ലോ എപ്പോഴും പ്രഷർ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും 2 പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആള് ടെക്നിക്കൽ സൈഡ്, ക്ലയന്റ് ഹാൻഡലിങ്, അതെല്ലാം ആള് അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പൊ ക്ലയൻസിന് കൺസൾട്ടേഷൻ ചെയ്ത് കൊടുക്കുക, അതെല്ലാം ആള് അടിപൊളിയായിട്ട് ചെയ്യും. അപ്പൊ ഇപ്പുറത്തെ ഒരു പാർട്ടുണ്ടല്ലോ, കാരണം ഒരു ബിസിനസ് നടന്നു പോകണമെങ്കിൽ ബാക്കി ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു സെഷൻ ഞാൻ ഹാൻഡിൽ ഒരാളുടെ വിജയത്തിന്റെ പുറകില് ഒരാളുടെ ശക്തി ഉണ്ടാവും, ഒരാളുടെ സപ്പോർട്ട് ഉണ്ടാവും പറയാറുണ്ട്. ആ സപ്പോർട്ട് ഇദ്ദേഹമാണോ? അതെ, തീർച്ചയായും. ഇപ്പം ഞാനിപ്പോൾ നോർമലി ഇപ്പം അനു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് അങ്ങ് പോയേനെ. ഇപ്പോഴും എനിക്കിത് ബിസിനസ് ചെയ്യണം, ഇത് കുറച്ച് ഈ ബ്രാൻഡ് കുറച്ചുകൂടി വളർത്തണം, ഇതൊക്കെ അനുവാണ് കുറേ ഹെൽപ്പ് ചെയ്ത്. ഇങ്ങനെയുള്ള ഐഡിയകൾ ചെയ്യേ, ഇത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താലേ റെഡി ആവുള്ളൂ. കാരണം ആൾ ഓൾറെഡി ഒരു IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ആളിനെ എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യണം, എങ്ങനെ ബിസിനസ് കുറച്ചുകൂടി ചെയ്യണം എന്ന് കുറേ കൂടി ഐഡിയ. അനു ഓൾറെഡി മുന്നേ ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ കുറേ കൂടി ഐഡിയ ഉണ്ട്. എനിക്ക് ഇത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇതെങ്ങനെ ചെയ്യണം എന്നറിയില്ലായിരുന്നു. രണ്ടുപേരും കൂടി കൂടിയപ്പോൾ ഇപ്പൊ കറക്റ്റായി. നമ്മള് ശരിക്കും ഫസ്റ്റ് സ്ഥാപനം തുടങ്ങിയത് കാലിക്കറ്റാണ്. അതെ. അത് അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുന്നേ ഞാനൊരു 6 years വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് ഇപ്പോൾ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഒരു എമൗണ്ട് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ചാൾ ഫ്രീലാൻസ് ചെയ്യും, ഒരു 2-3 months. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ബിസിനസ് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. കല്യാണം, ബിസിനസ്, ഇതൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ കുറേ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഉണ്ടാവുക, ഇത് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ആ തുടങ്ങുന്ന ടൈമിൽ അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ടെൻഷൻ, ഞാൻ ഇങ്ങനെ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളല്ല. ബേസിക് ക്യാരക്ടർ എന്താന്ന് പറയട്ടെ, അതായത് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കില്ല. ഇതിപ്പോ ഒരു ദിവസം കുറഞ്ഞാലും അങ്ങനെ ഇത് ബാലൻസ്ഡ് ആവും. ആള് ഭയങ്കര പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ആളാ. ആളൊന്നും തലയിലേക്ക്, അതായത് ആൾക്ക് ടെൻഷൻ ആക്കുന്ന രീതിയിൽ ആളത് എടുക്കില്ല. ഓക്കെ, എന്തായാലും അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വന്നാലും ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലി ചിന്തിക്കും. അയ്യോ അതെന്താ അങ്ങനെ, ഞാനത് പറഞ്ഞിട്ട് ഇങ്ങനെ തല പുകഞ്ഞേ നടക്കും. ഇപ്പൊ ഇങ്ങനെ കുറെ മാറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും ആയില്ലേ. അപ്പോ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നും അത് ഇന്നും അത് ആള്, ഞാൻ എപ്പോഴും വിഷ്ണുവിൻ്റെ അടുത്ത് പറയും എനിക്ക് വിഷ്ണുവിൻ്റെ ഇഷ്ടമുള്ള സ്വഭാവവും ഇഷ്ടമല്ലാത്ത സ്വഭാവവും സെയിമാ. കാരണം ഒന്നും തലയിലേക്ക് എടുക്കില്ല. സംടൈംസ് നമ്മൾ തോന്നുന്നത് വളരെ ഈസിയാണ്, നമുക്ക് ഓവർ സ്ട്രെസ് വരില്ല, അങ്ങനത്തെ ഇഷ്യൂസും വരില്ല. ഇപ്പൊ ആൾ എന്നോട് എന്താ പറയാന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാല് അത് വന്നു, ഇനിയിപ്പോ അത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല, അതങ്ങോട്ട് സോൾവ് ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. ഇപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ആള് ചിന്തിക്കുന്നത് ഓക്കെ നമുക്കത് ശരിയാക്കി എടുക്കാം. ചെറിയ ഷോപ്പാണെങ്കിൽ ചെറിയ ഷോപ്പ്, വലിയ ഷോപ്പാണെങ്കിൽ വലിയ ഷോപ്പ്, അങ്ങനെയാണ്. നമ്മളങ്ങനെ ഭയങ്കര ഓവർ സ്ട്രെസ്ഡ് എടുക്കുന്ന ആയിട്ടുള്ള ആളല്ല, ശാന്തമായിട്ട് നേരിടുന്ന. ഇപ്പൊ എനിക്കൊരു ഇതുണ്ട്, ഞാനൊരു സ്റ്റൈലിസ്റ്റാ, എനിക്ക് ഈ ജോലി അറിയാം. ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല.
അത്രേ ഉള്ളൂ. കയ്യിലുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പൊ ബിസിനസ് അല്ലെങ്കിലും ഞാനൊരു ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്താലും എനിക്ക് നല്ലൊരു സാലറി കിട്ടും ഇപ്പോഴും. അപ്പം എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഇല്ല. ഞങ്ങൾക്ക് വളരണം എന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്കിത് ഇനിയും നല്ലൊരു ബ്രാൻഡ് ആക്കണം, കൊളാബ് എല്ലാം കൊണ്ടും നന്നായി ഇരിക്കണം, ഒരുപാട് വലുതാവണം, അതെല്ലാം നമുക്കുണ്ട്. സ്റ്റിൽ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് IT ഫീൽഡിൽ ഒരു 7.5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. വിഷ്പിനാണെങ്കിലും വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നാളെ നമുക്ക് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് വന്നാലും നമുക്ക് അധ്വാനിക്കാൻ ഉള്ളൊരു ഹെൽത്തും മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണെങ്കിലും മുന്നോട്ട് പോകാമല്ലോ. ആ ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഉള്ളത് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി കൊളാബിന്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിൽ അപ്ഡേഷൻസ് ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി, സ്റ്റൈലാണെങ്കിലും ശരി, ഇങ്ങനെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് വരുന്ന ക്ലയൻറ്റ് ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സ്റ്റൈലായിരിക്കില്ല പറയുക, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും പറയുക. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? അത് നമ്മൾ പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡെമോ ഉണ്ടാവും പ്രൊഡക്റ്റിൻ്റെ. പ്രോഡക്റ്റിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്ത് ബെറ്റർ ആണോ നല്ലതാണോ, പുതിയ പ്രോഡക്ട്സ് വരുന്നാലും ഞങ്ങൾ അതിൻ്റെ ആ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് വന്നിട്ട് അത് നോക്കിയിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പുതിയ പ്രോഡക്ട്സ് വന്ന് നമ്മൾ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വിപണിയിൽ ഇത് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ എന്തൊക്കെ വന്നിട്ടുണ്ട്. കാരണം അതായത് നമ്മൾ ഇത്രയും ഒരു പരിധി വരെ എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MKയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നോർമലി MK ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ MK ചെയ്യുമ്പോൾ നെക്സ്റ്റ് അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ആകുമ്പോൾ അവർ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്യും. അതായത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ പരിചയത്തിലോ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ഡെമോ, അതായത് അവരുടെ ട്രെയിനിങ് തരും നമുക്ക്. അതായത് അവർക്കപ്പോൾ നമ്മൾ ഡെമോ കൊടുത്തിട്ട് അവരൊരു 1 or 2 months നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രൊഡക്ട്സ് നമ്മുടെ ഷോപ്പിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ എത്രയൊക്കെ അത് റീച്ച് ഉണ്ട്, എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, പ്രോഫിറ്റ് ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്കത് അറിയണ്ടേ. ലൈക്ക് അത് ഒരു റിസൾട്ട് എങ്ങനെയാണ് വരിക. ഇപ്പം ഞങ്ങളെപ്പോഴും സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന വർക്കിനോട് നിങ്ങൾക്കൊരു സ്നേഹം വേണം. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ട്രീറ്റ് ചെയ്ത് ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നെയിലാണെങ്കിലും സ്കിന്നാണെങ്കിലും നമുക്ക് അതിനോടൊരു സ്നേഹം വേണമല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഡെമോ വന്നാലും അതിന് ഒരു 1 or 2 months അതിനെ ഒബ്സർവ് ചെയ്ത് ഡ്രൈനെസ് ഇല്ല, ഡാമേജ് ഇല്ല, അതല്ല. ഇപ്പോൾ MK എന്ന് പറയുന്നത് അത്യാവശ്യം പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. അതിന് പോലും നമ്മൾ ഫുള്ള് അങ്ങനെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെൽഫായിട്ട് മേക്കപ്പ് ചെയ്യുന്ന, യൂട്യൂബ് നോക്കിയിട്ടൊക്കെ നമ്മൾ സ്വയമായിട്ട് ഹെയർ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ പ്രവണതകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കുറേ പ്രൊഡക്ട്സുകൾ ഓൺലൈനിൽ മേടിച്ചിട്ട് അത് മേടിച്ചപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മൊത്തത്തിൽ കുളമാവുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരാറുണ്ടോ? അങ്ങനെ ഒരുപാട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിൽ ഒരു കോഴ്സ് പഠിച്ച ഒരു എംപ്ലോയി വന്നാലും അവനൊരു 1 year ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് അവനൊരു ഹെയർ സർവീസ് ചെയ്യുക. ഓക്കെ. അപ്പം ഇതുപോലും പഠിക്കാത്ത ആൾ യൂട്യൂബിൽ വീഡിയോ നോക്കി ചെയ്യുന്ന പെർഫെക്റ്റ് ആവില്ല. അവൻ തന്നെ ഇവിടെ ഒരു 1 year ട്രെയിൻ ചെയ്ത് പ്രോപ്പർ ആയതിനു ശേഷം അവനൊരു ബേസിക് വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ 1 year ആൾ ഹെയർ വാഷ്, അങ്ങനെയുള്ള ചെറിയ ഹെയർ ഡ്രൈ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തു വരുന്ന മിസ്റ്റേക്സ് ഒരുപാട് പേര് ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ പ്രൈസ് നോക്കി, ചിലപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റ് പ്രൈസ് കുറവായിരിക്കും, എല്ലാവരും അഫോർഡബിൾ ആയിട്ട് നോക്കും. പക്ഷേ അതിന് കെമിക്കൽ കണ്ടൻസ് കൂടുതലായിരിക്കും. അങ്ങനെ പല പ്രോഡക്ട്സും ഉണ്ട് ഇപ്പോൾ ഓൺലൈനിൽ, ഒരുപാടുണ്ട്. എനിക്കിപ്പോൾ ഒരു ബ്രാൻഡ് എടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ ക്ലയൻസിനോട് എല്ലാവരും പറഞ്ഞാൽ, നിങ്ങൾ ഒരു സ്റ്റൈലിസ്റ്റിനെ കൊണ്ട് ചെയ്യൂ, അത് നിങ്ങളുടെ ഹെയർ ആണ്, എന്തെങ്കിലും പോയ സാധനം പോയി, അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് അങ്ങനെ എൻക്വയറി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെന്റ് നമുക്ക് അങ്ങനെ വന്നൊരു എൻക്വയറി, ഇപ്പം ഞാൻ മെസ്സേജസ് നോക്കുന്നതുകൊണ്ട് എനിക്കത് കൂടുതൽ ഇപ്പം മെസ്സേജ് ഇത്ര വരും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇത് ചെയ്തിട്ട് ശരിയായില്ല, ലൈക്ക് ഇപ്പം എല്ലാവരും ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതിലും മിസ്റ്റേക്സ് വരാം, ഇതിപ്പോൾ ആരെന്ത് ചെയ്യുന്നതിലും മിസ്റ്റേക്സ് വരാം എന്ന് പറഞ്ഞിട്ട് ഫുള്ളി മിസ്റ്റേക്ക് ആവും, അങ്ങനെയല്ല. ഇതിപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം, നിങ്ങൾ ബൊട്ടോക്സ് ചെയ്യൂ, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. ഞങ്ങൾ പറയുന്നത്, മാം ഡയറക്റ്റ് വന്ന് കൺസൾട്ട് ചെയ്യും, നമുക്ക് കൺസൾട്ടേഷൻ ഫ്രീ ആണ്, എക്സ്പേർട്ട് സജഷൻ എടുത്തതിന് ശേഷം മാത്രം സർവീസിലേക്ക് കിടക്കുക. കാരണം സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും എല്ലാവർക്കും എല്ലാ പ്രൊഡക്ട്സും ഫസ്റ്റ് തന്നെ സ്യൂട്ടബിൾ ആവില്ല. എല്ലാ ഹെയറിലും എല്ലാ പ്രൊഡക്ട്സും വർക്കാവില്ല. ഇപ്പം എൻ്റെ ഹെയറിൽ വർക്കാവുന്നതായിരിക്കില്ല
വിഷ്ണുവിൻ്റെ ഹെയറിൽ വർക്ക് ആവാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു എക്സ്പേർട്ട് സജഷൻ എടുക്കാതെ നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഹെയറിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും അത് റിസ്ക്കിയാണ്. പിന്നെ എപ്പോഴും ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിഷ്ണു പറഞ്ഞത് അക്കാഡമിയിൽ നിന്ന് കഴിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ ഒരു 1 ഇയർത്തെ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരാണ്. അവർ 2 lakhs to 5 lakhs സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ട് വരുന്നവരാണ്. അവർക്ക് നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഹെയർ വാഷാണ്. അതായത് അതും നമ്മൾ ഇപ്പം നമ്മുടെ സ്റ്റാഫിന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നവർക്ക് അറിയാം. അതായത് നമ്മൾ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും എൻ്റെ വിഷ്പിൻ്റെയോ ഹെയറിലാണ് വാഷ് ചെയ്യിപ്പിച്ച് നോക്കുക. കാരണം നമ്മൾ ആ പ്രഷർ, മസാജ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലയൻസിന് കൊടുക്കുക. മനസ്സിലാവും. കാരണം ക്ലയൻറ്റ് കംഫർട്ടബിൾ ആവണം. അല്ല ഇപ്പോൾ ഒരു പ്രഷറൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തലവേദന വരാം, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. നമ്മൾ അങ്ങനെ അത്രയും സെൻസിറ്റീവ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. ഈ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, ഇപ്പോൾ ഇത് പുതിയ സ്ഥാപനങ്ങളും സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നത് നല്ലത് തന്നെയാണ്, അവരാരും കുറ്റം പറഞ്ഞിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ഈ ചിലവർ നല്ലൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്തിട്ട് ആ ഒരു 1-2 മാസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. വീണ്ടും അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റുമ്പോഴായിരിക്കും ഈ പ്രശ്നം. പക്ഷേ അബദ്ധം പറ്റുമ്പോൾ മര്യാദക്ക് പോകുന്ന സ്ഥാപനങ്ങളെ കൂടിയും ബാധിക്കുന്ന രീതിയിൽ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം അറിയുന്നതല്ലേ. മെയിനായിട്ട് ശരിക്കും ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കീഴിൽ തന്നെ ഇത് ചെയ്യണം അല്ലേ. നമ്മുടെ ഹെയറാണ്, നമ്മുടെ സ്കിന്നാണ്, ഈ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. ഇത് തെറ്റിച്ച് വരുന്ന ആളുകൾ അത്യാവശ്യം ഉണ്ട്. കാരണം ഒരിക്കലും ഞാൻ പറയാം, ഒരു ജൂനിയർ സ്റ്റൈലിസ്റ്റ് ഇപ്പം ഒരു സ്ഥലത്താണെങ്കിൽ കൂടി, ഒരു സലൂണിലാണെങ്കിൽ കൂടി ജൂനിയർ സ്റ്റൈലിസ്റ്റിൻ്റെ സാലറി അല്ല സീനിയർ സ്റ്റൈലിസ്റ്റിൻ്റെ. അവരൊരു 3 ഇരട്ടി 4 ഇരട്ടി സാലറി പേ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജൂനിയർ സ്റ്റൈലിസ്റ്റ് ഒരു 10,000 to 15,000 പേ ചെയ്യുമ്പോൾ അവിടെ 16,000 ബേസിക് സാലറി കൊടുക്കേണ്ടി വരും. പക്ഷേ ആ 16,000 കൊടുക്കുന്നതുകൊണ്ടാണ് അയാളാണ് നന്നായിട്ട് സർവീസ് ചെയ്യുക. 10,000 ആൾ സർവീസ് ചെയ്യില്ല. ആൾ ഇത്ര വർഷം എക്സ്പീരിയൻസ് ആയി എല്ലാം പഠിച്ചതിന് ശേഷമായിരിക്കും അയാൾ ആ ഒരു ലെവലിലോട്ട് എത്തുക. അപ്പോൾ ജൂനിയേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഷോപ്പിൽ ജൂനിയേഴ്സിന് വർക്ക്സ് കൊടുക്കാറില്ല, ട്രെയിനീസിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറില്ല. കാരണം എനിക്കത് ബുദ്ധിമുട്ടാണ്. കാരണം അയാളെ വെച്ച് സർവീസ് ഇപ്പം പല സലൂണുകാരും ചെയ്യുന്നുണ്ട്. മെയിൻലി എന്ന് വെച്ചാൽ ഒരു 10,000 ഒക്കെ കൊടുത്തിട്ട് ഒരു ജൂനിയർ ഒരാളെ കൊണ്ട് സർവീസ് ചെയ്യിക്കുന്നുണ്ട്. അയാൾക്ക് അത്രേ കൊടുത്താൽ മതിയല്ലോ. പക്ഷെ അയാളൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ അവരത് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ആ സലൂണിന് അത് പ്രശ്നമാവും. അയാളൊരു കംപ്ലൈൻറ്റ് ഉണ്ടാക്കി റെപ്യൂട്ടേഷനെ ബാധിക്കും സലൂണിൻ്റെ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റാഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം റിസ്ക് ഇല്ലാതെ ബിസിനസ്, അതാണ് ഏറ്റവും നല്ല ബിസിനസ്. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പോൾ അതുപോലെ ഇപ്പം ഞങ്ങൾ സ്റ്റാഫിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ലൈഫ് ലോങ് കൊളാബിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. അപ്പോൾ കൊളാബിൽ നിൽക്കുന്ന സമയത്തോളം നിങ്ങൾ മാക്സിമം, എനിക്ക് തോന്നുന്നു ഇന്നും കൂടി ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ മോർണിംഗ് നമ്മുടെ ഒരു സ്റ്റാഫ് പറഞ്ഞതാണ്, അതായത് എല്ലായിടത്തും എല്ലാ ടെക്നിക്സും പഠിപ്പിച്ചു കൊടുക്കില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പം ഞങ്ങളുടെ ഷോപ്പിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്പൻ ചെയ്യുന്ന എല്ലാ ടെക്നിക്സും, അതല്ലെങ്കിൽ ഒരു സീനിയർ സ്റ്റൈലിസ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് നമ്മൾ ജൂനിയേഴ്സിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു തിയറി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊളാബിൽ നിൽക്കുന്നിടത്തോളം എല്ലാവരും വളരട്ടെ, എല്ലാവരും ഗ്രോ ചെയ്യട്ടെ. ഇപ്പം ഞങ്ങൾ മാത്രം വളരണം, ഞങ്ങൾക്ക് അങ്ങനെ പിടിവാശിയൊന്നുമില്ല. കോമ്പറ്റീഷൻ ആണ്, ബിസിനസ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷേ നാളെ ഇവിടുന്ന് പോയിട്ട് കൊളാബിൽ നിന്ന് പോയിട്ട് അവർ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് കൊളാബിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്, ഞാൻ ഇത്രേ പഠിച്ചുള്ളൂ, അങ്ങനെ ഒരു അവസ്ഥ വരരുത്. പിന്നെ എല്ലാവരും അവനവൻ്റെ കരിയറിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇവിടെ വരുന്നത്. ഇപ്പോൾ ഒരു കുട്ടി കൊളാബിൽ വന്നു, അവൾക്കപ്പം നന്നായി പഠിക്കണമെന്നുണ്ട്, അവള് ലൈഫ് ലോങ് ഇവിടെ നിൽക്കില്ല. നാളെ ഒരു സ്ഥലത്ത് പോയാലും ഈ 1 ഇയർ നിന്നതിൻ്റെ ഒരു ഗ്രോത്ത് ആൾ കാണിക്കണമല്ലോ. അപ്പം ഞങ്ങളെപ്പോഴും വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ നമുക്ക് മീറ്റിംഗ് ഉണ്ടാവും. മീറ്റിങ്ങിൽ ഞങ്ങളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാക്സിമം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഹെയർ, നെയിൽ, സ്കിന്ന്, അഡ്വാൻസ്ഡ് സ്കിൻ സർവീസസ് ഉണ്ട്, 4 കാറ്റഗറി ഉണ്ട്, ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലോണം സീനിയേഴ്സ് ഉണ്ട്, എല്ലാം പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നന്നായി പഠിക്കുക, പോവുക, നാളെ ഒരാൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് ഒരു എത്തിക്സ് കീപ്പ് ചെയ്ത് നന്നായി വർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വൈസ്. ഒരൊറ്റ കാര്യം ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ ഈ ഫേക്ക് പ്രൊഡക്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ കെമിക്കൽ കോണ്ടന്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഇപ്പോഴും പലർക്കും അറിയില്ല. ഓൺലൈനിൽ മേടിക്കുന്ന എല്ലാമെന്നല്ല പറയുന്നത്, ഈ തെറ്റായിട്ടുള്ള ചില പ്രൊഡക്ട്സുകൾ മേടിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ കെമിക്കൽ കോണ്ടൻ്റ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ ഭീകരത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ.
ഇതൊന്നും എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നു. ഓക്കെ, ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആവും, ഹെയറിൻ്റെ പൊറോസിറ്റി പോകും. അതിപ്പോൾ പലരോടും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പം ഒരു ബേസിക് ജോലി ചെയ്യുന്ന ആളായിരിക്കും, ഒരു 10,000 സാലറി ഉള്ള ഒരാളായിരിക്കും. അയാൾക്കൊരു സലൂണിൽ വന്നിട്ട് ചിലപ്പോൾ ഒരു സർവീസ് ചെയ്യാനുള്ള അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളത് ഭാവിയിലത് ദോഷമാണ്. അത് പറഞ്ഞു കൊടുത്താലും പലരും അങ്ങനെ ചെയ്യും. പക്ഷേ ഹെയർ നല്ല രീതിയിൽ ഡാമേജ്ഡ് ആവും. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്ത് നമ്മുടെ നല്ല രീതിയിൽ ബ്രേക്കേജസ് ഉണ്ടായാൽ അത് ക്ലിയർ ചെയ്തൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വരുന്നുണ്ട്. അങ്ങനെ വീക്ക്ലി അല്ലെങ്കിൽ ഒരു മന്ത്ലി 1-2 ക്ലൈൻസ് കറക്റ്റ് ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്. ബ്രേക്കായി അല്ലെങ്കിൽ വേറൊരു സലൂണിൽ പോയിട്ട് ഹെയർ ഡാമേജ് ആയി, പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഞങ്ങൾ പ്രോട്ടീൻ്റെ സർവീസ് സജസ്റ്റ് ചെയ്യും. ലെങ്ത് കുറച്ച് ഷോർട്ട് ആക്കേണ്ടി വരും ചില സമയത്ത്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് മുന്നേ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ഇപ്പൊ 2 വർഷമായിട്ട് കുറവാണ്. മുന്നേ ഒരുപാടുണ്ടായിരുന്നു. മുന്നേ വീക്ക്ലി ഒരുപാട് ക്ലൈൻസ് ഇങ്ങനെ വരും. അതായത് ഇപ്പൊ വിഷ്പൻ പറഞ്ഞ പോലെ എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഫുള്ള് സോഷ്യൽ മീഡിയ ത്രൂ ആണല്ലോ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു റോങ് ആയിട്ടുള്ള അവയർനെസ് കിട്ടിയിട്ടും അതുപോലെ അത് ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നവരും ഉണ്ടാകാം. അങ്ങനെ 2 കാറ്റഗറി ഓഫ് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചിലവര് നമുക്ക് ഷോപ്പിൽ വരും, ഒരു കറക്റ്റ് എക്സ്പെർട്ട് കൺസൾട്ടേഷൻ എടുത്തിട്ട് നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്യും. അല്ല, ചിലവര് അത് തന്നെയായിട്ട് മൂവ് ചെയ്തിട്ട് പോകും. രണ്ടാൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി, എല്ലാം നോക്കി, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഇല്ല, നമുക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നവരുണ്ട്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് MK ഉണ്ടോ? കാരണം പണ്ടൊന്നും ഇത് അറിയില്ല എന്ത് പ്രൊഡക്റ്റ് ബ്രാൻഡ് ചോദിക്കാറില്ല. അവര് മുമ്പൊരു സർവീസ് ചോദിക്കുമ്പോൾ മുമ്പ് ബൊട്ടോക്സിനൊക്കെ മുന്നേ കെരാറ്റിന് മുന്നേ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, ഇത് രണ്ടുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കെരാറ്റിൻ വന്നത്. മുന്നേ ആൾക്കാർ അങ്ങനെ ചോദിക്കില്ല. ഇപ്പൊ ആൾക്കാർ ബൊട്ടോക്സ് ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കും. അപ്പൊ അവർക്ക് അറിയാം ഇപ്പം ബോട്ടോക്സ് ഏതാണ് റണ്ണിങ് ആയിട്ട് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ്, കെരാറ്റിൻ ഏതാണ്, നാനോപ്ലാസ്റ്റ് ഏതാണെന്നൊക്കെ ക്ലൈന്റിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അവരത് ചോദിക്കുക. അവർ പ്രൊഡക്റ്റ് ഓക്കെ ആണെങ്കിൽ വരും. ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇതേപോലെ ഒരാളെ കിട്ടുമ്പോൾ ചോദിക്കാൻ വെച്ചിട്ടുള്ള, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ ഒരു 45 മിനിറ്റ്സ് അടക്കം നമ്മൾ ഏറ്റവും കുറഞ്ഞത് നമ്മളത് ഉണങ്ങാൻ ടൈം കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അത് വാഷ് ചെയ്യുന്നത്. നമ്മുടെ വിപണിയിൽ 5 മിനിറ്റ് കൊണ്ട് വരെ ഹെയർ കളർ ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ അത് ബ്രാൻഡൊന്നും പറയുന്നില്ല, ഒരുപാട് ആൾക്കാർ മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെയിം ടൈമിലാണ് നമ്മൾ അപ്പുറത്ത് നമ്മൾ ഹെയർ ഇതുപോലെ ബ്ലാക്ക് ചെയ്യാനോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ 45 മിനിറ്റോളം നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥ വരുന്നത്. ഇത് രണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം നമ്മൾ സലൂണിൽ വരുന്ന ക്ലൈന്റിന്, ഗ്രേ കവറേജിന് വരുന്ന ക്ലൈന്റിന് അമോണിയം ഫ്രീ കളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അല്ലാതെ നമുക്കൊരു പാക്കറ്റ് കളേഴ്സ് ഒരുപാട് കിട്ടും. ടൂബ്സ് ഓൺ ഇപ്പം ഔട്ട്സൈഡ് ഇപ്പം ചെറിയ പ്രൈസിന് കിട്ടും. 5 മിനിറ്റ് 10 മിനിറ്റിൽ കളറാവും. അതിൽ കെമിക്കൽ കണ്ടന്റ് കൂടുതലാണ്. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കൊരു കളർ ഡെപ്പോസിറ്റ് ചെയ്യാനോ കളർ ചെയ്യാനോ പറ്റില്ല. പിന്നെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ നല്ല ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ അതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നീറ്റ് ആവില്ല. അങ്ങനെ ഒരുപാട് ഇത് കൂടുതലും ചെയ്യുന്ന ഒരു ഏജ് കഴിഞ്ഞ ക്ലൈൻറ്റാണ്. അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ഒരു 50 ഒക്കെ കഴിഞ്ഞ 40-50 ഒക്കെ കഴിഞ്ഞ ക്ലൈൻറ്റ്സാണ് ചെയ്യുന്നത്. അവരിങ്ങനെ കളേഴ്സ് ചെയ്തിട്ട് അവരുടെ ഹെയർ നല്ല ഡ്രൈ ആവും. പിന്നെ അവർ ഷോപ്പിൽ കൺസൾട്ടേഷൻ വരും. ഞാനൊരു 3 years ആയിട്ട് ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റാണ് ചെയ്യണത്. പക്ഷേ ആദ്യമൊക്കെ എൻ്റെ ഹെയർ കുറച്ച് ഷൈനി ഹെയർ ആയിരുന്നു. പക്ഷേ ഇപ്പം ഭയങ്കര ഡ്രൈ ആയി. ഡ്രൈ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രൈ ആവും, ബ്രേക്കേജസ് ഉണ്ടാവും, ഓവർ ഫ്രിസി ആയിരിക്കും അങ്ങനത്തെ ഹെയർ. അപ്പം ഞങ്ങൾ പറയും, മാം ഈ പ്രോഡക്ട്സ് ഇനി യൂസ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ റൂട്ട് ടച്ചപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമോണിയം ഫ്രീ കളേഴ്സ് ചെയ്യും, നമ്മൾ സലൂണിൽ ചെയ്യും. അതത്ര ടൈം പീരീഡ് എടുക്കും പ്രോസസ്സാണ്. മറ്റേത് 10 to 15 മിനിറ്റ്സ് പ്രോസസ് ആവും. ഹെയറിന് ഡാമേജസ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ഒരു ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങുന്ന ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ഒരു 10 to 15 മിനിറ്റ്സിൽ കളറാവുന്ന ഒരു കളറും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ബ്രൈഡായാലും ഗ്രൂമായാലും ഇതേപോലത്തെ സംഭവങ്ങൾ അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഈ പറഞ്ഞു വരുന്നത് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ബോധം മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ വീട്ടിൽ ഇത് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും തൊട്ടടുത്തുള്ള നൈബർ ഉണ്ടെങ്കിൽ അവരൊന്നും വിഷമിപ്പിക്കാതിരിക്കാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവസ്ഥ വരെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ടില്ലേ പലർക്കും അങ്ങനെ പണി കിട്ടുന്നുണ്ട്. അങ്ങനെ ബ്രൈഡോ ഗ്രൂം ആരെങ്കിലും ലാസ്റ്റ് സ്റ്റേജിൽ കയ്യിൽ നിന്ന് പോയിട്ട് വന്നിട്ടുണ്ടോ നമ്മുടെ അടുത്ത്? നമുക്ക് സ്കിൻ
അങ്ങനെ റീസെന്റ് വന്നിട്ടുണ്ട്. ഹെയർ നമുക്ക് വരുന്നുണ്ടാവാം, കാരണം നമ്മൾ അത് മേ ബി അവർ ബ്രൈഡാണ് ഗ്രൂം ആണെന്ന് നമ്മൾ അറിയുന്നുണ്ടാവില്ല മേ ബി. കാരണം നമുക്ക് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരുന്നുണ്ട്, ഡാമേജ് ആയി. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെ ആവില്ലല്ലോ. ഇപ്പോൾ ചിലവർക്ക് അറിവ് കുറവും കൊണ്ടാവാം, ചിലവർ ബിസിനസ് ലാഭത്തിന് വേണ്ടിയിട്ടാവാം ഇതുപോലെ ചെയ്യുന്നത്, റോങ് ആയിട്ട് ചെയ്യുന്നത്. അത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ ഇതൊരു ടെക്നീഷ്യൻ സ്റ്റിൽ ഓപ്പൺലി പറഞ്ഞാൽ ഇത് എനിക്ക് പോലും എനിക്കറിയില്ല. ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഫുള്ളി അത് മനസ്സിലാക്കാൻ ഇതില്ല. കാരണം ഞാൻ ബേസിക്കലി ഹെയർ സ്റ്റൈലിസ്റ്റ് അല്ല, ഞാൻ സ്റ്റൈലിംഗ് ചെയ്യുന്നില്ല. അത് ഈ ഒരു എക്സ്പേർട്ടിന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ വിഷ്പിന്റെ പോലെ അല്ലെങ്കിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന് മാത്രമായിരിക്കും ഇത് മനസ്സിലാവുണ്ടാവാം. ഞങ്ങൾക്ക് റീസെന്റ് സ്കിന്നിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അത് അങ്ങനെ പ്രൊഡക്ട്സ് നോക്കാതെ പെട്ടെന്ന് ചെയ്തിട്ട് പിന്നെ അത് പിന്നെ ഹെയർ സ്കിന്ന് ശരിയായിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നത്, അത് നമ്മുടെ എസ്തെറ്റിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നതാണ്. അവർ പറഞ്ഞത് അവർ 9 ഇയർ മുന്നേ മാരേജിന്റെ സമയത്ത് ഇവര് എന്തോ സ്കിന്നിൽ എന്തോ പെട്ടെന്ന് പോയിട്ട് ചെയ്തതാണ് അടുത്ത വീഡിയോ. പക്ഷെ അവര് മേ ബി അന്നത്തെ പ്രശ്നമായിരിക്കില്ല ഇന്ന്. പക്ഷെ അവരുടെ ഒരു കൺസേൺ, അവരുടെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ സ്കിൻ പ്രോബ്ലംസ് സ്റ്റാർട്ടായിട്ട് എൻ്റെ മാരേജ് പോലും എൻ്റെ ഫേസ് നന്നായിരുന്നില്ല. പിന്നീട് എനിക്കത് ഇതുവരെ ശരിയായിട്ടില്ല. അതൊക്കെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ മൂഡിലാണ് അവരതൊക്കെ പറയുന്നത്. കാരണം അവരുടെ ഫുള്ള് ഇപ്പം നമ്മുടെ ഒരു അപ്പിയറൻസ് അല്ലേ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് നമ്മൾ ചിന്തിക്കുക എല്ലാവർക്കും അങ്ങനെ, മെയിൻലി ലേഡീസിന് കൂടുതൽ ഉണ്ടാവും അത്. ഇപ്പം ഹെയർ അങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ശരിയായില്ലേ, അത് കുറച്ച് കൂടുതൽ കൺസേൺഡ് ആയിരിക്കും ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസേ പോവും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ എപ്പോഴും ഒരു എക്സ്പേർട്ട് സജഷൻ എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ബ്രോ അതുപോലെ നമുക്കിപ്പോൾ ഗേൾസിൻ്റെ ബോയ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വിഭാഗം കേട്ടോ, പണ്ട് മുതലേ ഉള്ള ഒരു സ്റ്റൈലുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇരിക്കഴിഞ്ഞാൽ അത് ബോറായിരിക്കുന്നു സ്വയം വിചാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതാണ് അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവരെ ബ്രോ പറഞ്ഞു കൊടുക്കാറുണ്ടോ, ബ്രോ ഇങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും? ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ വന്നു, അയാളുടെ ഫേസ് ഒരു ട്രയാങ്കുലർ ഫേസ് ആണെന്ന് വെച്ചോ. അപ്പം ഞാൻ ആളിങ്ങനെ പറയുമ്പം ഞാൻ ഗൂഗിളിൽ അയാളുടെ ഫേസിനെ പറ്റിയ കുറേ സ്റ്റൈൽസ് കാണിക്കും. കാരണം നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പ് ഇതാണ്, ഇത് ഇങ്ങനത്തെ സംഗതികൾ വർക്കാവും, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്ക്. നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ സജഷൻസ് കൊടുക്കും, ഇതിങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ടൈം ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്തിട്ട് ഓക്കെ ആണെന്ന് കണ്ടിന്യൂ ചെയ്യാലോ. തീർച്ചയായിട്ടും ഞാൻ പറയും, ഞാൻ ഇത് ഓക്കെ ആണ്, ഇങ്ങനത്തെ സ്റ്റൈലായിരിക്കും നിങ്ങൾക്ക് നന്നാവുക എന്നൊക്കെ പറയും. അങ്ങനെ ഓപ്ഷൻ അല്ലേ നമുക്ക് നമ്മുടെ മുമ്പിൽ, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ പലരും ഇപ്പോഴും ചെയ്യുന്നില്ല. വർഷങ്ങളായിട്ട് പഠിക്കുമ്പോൾ കാലഘട്ടം തൊട്ടുള്ള ആ സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരാളിത് വർക്ക് ആയില്ലെങ്കിലും നമ്മളത് ചെയ്തു നോക്കണം. അപ്പൊ നമുക്ക് കുറെ സ്റ്റൈൽസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ സാധനം നമുക്ക് വർക്കാവും. തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരുടെ ഇടയിലുള്ള ഒരു സംസാരമാണ്, ഹെയർ നീട്ടി വളർത്തി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് കൊഴിയും, മുടി പൊട്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. ശരിയല്ല. ലേഡീസിന്റെ ഹെയർ അവരൊരുപാട് നീട്ടി വളർത്തുന്നു, അവരുടെ ഹെയർ പൊട്ടി പോകുന്നുണ്ട്. അത് തെറ്റാണ്. ഇല്ല, ഹെയർ ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പ്രോപ്പർ ഷാമ്പൂ, കണ്ടീഷണറിങ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട്, ഹെയർ വാഷ് എല്ലാം പ്രോപ്പറാണെന്ന് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ. ഇപ്പം പ്രൊഡക്ട്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ, ഇപ്പം എല്ലാവരുടെയും ടെൻഷൻ ഏത് പ്രൊഡക്ട്സ് ആണ്. അറിവുള്ളവർ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. പലർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലേക്കാട്ടോ വരുന്നത്, കൊളാബിലേക്ക് വരുന്നത്. ഇപ്പം ഞാൻ പറയുന്ന പോലെ ഇപ്പോൾ ഡെയിലി അപ്ഡേഷൻസ് വരുന്നതാണ് നമ്മുടെ ഈ പ്രൊഡക്ട്സിലായാലും എക്യുപ്മെൻറ്റ്സിലായാലും എല്ലാത്തിലും. അപ്പോൾ ഈ നല്ല നല്ല പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോൾ ഇപ്പം നമ്മൾ അറിയിക്കും, കാരണം ഇത്ര വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഒരു ബ്രാൻഡഡ് ആയ 2-3 പ്രൊഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം ഇതിൽ തന്നെ ഇപ്പം ഒരു ഡ്രൈ ഹെയർ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും, അത് നമ്മൾ സജസ്റ്റ് ചെയ്യും. അപ്പം ചില ക്ലയൻസ് പറയും എനിക്ക് ഈ പ്രൊഡക്റ്റ് ചെയ്തിട്ടും ഓക്കെ അല്ല, നമ്മൾ ആ ബ്രാൻഡ് ചേഞ്ച് ചെയ്യും. നിങ്ങളിപ്പോൾ ഷോസ്കോഫ് ചെയ്തിട്ട് ഓക്കെ അല്ലെങ്കിൽ വെല്ല ട്രൈ ചെയ്ത് നോക്കും. വെല്ല ട്രൈ ചെയ്തിട്ട് ഓക്കെ അല്ലെങ്കിൽ ലോറിയൽ ട്രൈ ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് വർക്കാവും. കാരണം ഇപ്പോൾ എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഷാമ്പു അല്ല ഞാൻ യൂസ് ചെയ്യണം, വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 2 പേരെ ഹെയർ എക്സ്ട്രീം ഡ്രൈ ആണെങ്കിൽ കൂടി 2 പേർക്കും 2 പ്രൊഡക്റ്റ് ആയിരിക്കും വർക്കാവുക. അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അതപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് സലൂണിൽ വാഷ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. 1 ടൈം വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രത്തോളം നമ്മുടെ ഹെയർ സ്മൂത്ത്നെസ് ഉണ്ടെന്നും ഫ്രഷ്നെസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ഒരു 1 ടൈം ഹെയർ വാഷ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് പ്രൊഡക്റ്റാണ് ബെറ്റർ. ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്ക്. ഒരുപാട് പേർക്ക് ഓക്കെ ആവും, ചിലവർ പറയും ഇതോ എനിക്ക് ഓക്കെ അല്ല, ഞാൻ ബ്രാൻഡ് ചേഞ്ച് ചെയ്തു.
ഈസി ഈസി. ആ മാം ഇത് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആ സെയിം ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മൊത്തം ബ്രാൻഡഡ് ആണ്. അതിൽ തന്നെ ഈ ഒരു ബ്രാൻഡ് ഇപ്പോൾ ലോറിയൽ യൂസ് ചെയ്യുമ്പോൾ ലോറിയൽ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഷോസ്കോഫ് ട്രൈ ചെയ്യൂ, അത്രേ ഉള്ളൂ. അപ്പം മാം ഇപ്പം നിങ്ങൾ കോസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ മാം? സലൂണിൽ വന്നിട്ട് ഒരു ഹെയർ വാഷ് ചെയ്യൂ. ഹെയർ വാഷ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാം കണ്ടീഷനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇതെനിക്ക് വർക്കാവും, ഇത് ഓക്കെ അല്ല, ഇത് ഓക്കെ അല്ലെങ്കിൽ ഇനി അടുത്ത ദിവസം വേറൊരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളപ്പോൾ ഹെയർ വാഷിംഗ് സെക്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങനെ നോക്കാം. ഞാൻ പല ക്ലയൻസിനോട് എന്നോട് ചോദിക്കാറുണ്ട്, വിഷ്ണു എനിക്ക് ഈ പ്രോഡക്റ്റ് വർക്കാവുമോ മാം? ഇത് ഡ്രൈ ഡാമേജ് ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പം മാമിന് ഇത് വർക്കാവുന്ന മാമിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാം ഒന്ന് ഹെയർ വാഷ് ചെയ്ത് നോക്കും, അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. അതായത് ആള് പറയുന്നത് ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ കാര്യം വരുമ്പോ ഇപ്പൊ ഒരു ഡ്രൈ ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അത് ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരു തിയറി ഉണ്ട്, സെയിം ടൈം അതിനൊരു പ്രാക്ടിക്കൽ വശം കൂടി ഉണ്ടല്ലോ. അതായത് എല്ലാ ഹെയറിലും ഇപ്പൊ നമ്മൾ ഡ്രൈ ഹെയറിൽ നമ്മളിപ്പോൾ ഒരു 3 ടൈപ്സ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോൾ അവിടെ തന്നെ അത് 3 കാറ്റഗറി ആയി. 3 ക്ലയന്റിനും ഡ്രൈ ഹെയർ ആണ്, പക്ഷെ ആ 3 ക്ലയന്റിന് ചിലപ്പോൾ 3 ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും വർക്കാവുക. ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോയി മുന്നേ ചെയ്തിട്ടുള്ള ഒരു ക്ലയന്റ് ആണ്. അപ്പോൾ വിഷ്മൻ പറയാണ് നിങ്ങൾ ലോറിയലിന്റെ യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയും എനിക്ക് ലോറിയൽ വർക്കായില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രീമിയം എന്താണോ സർവീസ് ഉള്ളത് അതേ കാറ്റഗറിയിലുള്ള സർവീസ് സജസ്റ്റ് മീൻസ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബ്രാഞ്ച് ഇപ്പോൾ ദുബായിലുണ്ടല്ലോ. ഇപ്പോൾ ദുബായിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടെൻഷനാണ്, റിസ്ക്കാണ്. കാരണം ഇവിടുത്തെ പോലെയല്ല, മേക്കപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അവിടെയുള്ളവർ. വേറൊരു രാജ്യത്താണ്, അവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇതുപോലെ ഒരു സ്ഥാപനമായിട്ട് ധൈര്യത്തോടെ നമ്മളവിടെ ചെന്ന് അത് വിജയിപ്പിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടണം അതിൻ്റെ പുറകിൽ. എങ്ങനെയാണ് ഇവിടുത്തെ രണ്ടിൻ്റെയും ഡിഫറൻസ് എങ്ങനെയാണ്? രണ്ടും എക്സ്ട്രീം ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ദുബായിൽ 1 ഇയറോളം നമ്മൾ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് 1 ഇയർ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോയത്. പിന്നെ നമ്മൾക്ക് അത്യാവശ്യം റെഗുലർ ക്ലൈൻ്റ് ആയി, പിന്നെ ബെറ്ററായി നല്ല രീതിയിൽ. അവിടെ ഒരു ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് എന്തായാലും ഒരു വളർച്ച വേണം, നമ്മൾ അവിടെ വർക്ക് ചെയ്ത് ബിസിനസ് ചെയ്തു നന്നായിട്ട് പോകണം എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നിന്ന് നല്ല എൻക്വയറീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് എൻക്വയറീസ് ഉണ്ട്. ഇവിടെ തുടങ്ങുന്നുണ്ടോ, ബഹ്റിൽ തുടങ്ങുന്നുണ്ടോ, അത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊളാബ് ഫുള്ളി ഞങ്ങൾ രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക ഫുൾ അത് ഞങ്ങൾക്ക് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ദുബായിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയറോളം എടുത്തു ഇതിൻ്റെ അപ്രൂവൽസിന് തന്നെ. കാരണം അതിൻ്റെ അപ്രൂവൽസ് എടുത്ത് കാര്യങ്ങൾ ചെയ്ത്, കാരണം ഞങ്ങൾ വളരെ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു ഫസ്റ്റ് ദുബായ് സ്റ്റാർട്ട് ചെയ്തൊരു 1 ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോസ് എന്നല്ല, അതായത് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 1 രൂപ അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ പോലും ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. അതായത് നല്ല രീതിയിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ദുബായിൽ നമുക്ക് അത്യാവശ്യം ക്ലയൻസ് ആയത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ക്ലയൻസ് അല്ല ദുബായിൽ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലും ദുബായിലുള്ള വർക്കിംഗ് കൾച്ചർ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അവിടെ കുറച്ചും കൂടി പ്രഷറൈസ്ഡ് ആണ് ആൾക്കാർ. അവർക്ക് ഭയങ്കര പ്രഷറാണ്, വർക്കിംഗ് പ്രഷർ ആവാം, ഒരു പ്രവാസിയുടെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ആയിരിക്കാം. കാരണം കൂടുതലും വരുന്നവർ അത്യാവശ്യം നല്ല സ്ട്രെസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവർ ഭയങ്കര ബിസി ആയിരിക്കും. ഇപ്പോൾ ഒരു 6 hours ട്രീറ്റ്മെന്റ് നമ്മളോട് 2 hours ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ ആവുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് വൈസ്, ഇപ്പോൾ പ്രോഫിറ്റ് വൈസ് അല്ല, അങ്ങനെ മാനേജ്മെന്റ് വൈസും ഒരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ നമുക്ക് ഡീൽ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളും അതായിട്ട് യൂസ്ഡ് ആവാൻ ടൈം എടുത്തു, തരണം ചെയ്ത് വേണം വരാൻ. പിന്നെ അവിടെ നമ്മളിപ്പോൾ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ അത്യാവശ്യം നല്ല പ്രീമിയം സലൂണിൽ നല്ല എക്സ്പെൻസ് ആണ്. നമ്മൾ കുറച്ചുകൂടി പ്രൈസ് കുറവാണ്. ഇവിടുത്തെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് ഉണ്ട്, പക്ഷെ അവിടുത്തെ ആ സലൂണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പ്രീമിയം ക്ലയൻസ് വരാൻ തുടങ്ങി. നമ്മൾ കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ നല്ല പ്രീമിയം ക്ലയൻസ് വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പെട്ടെന്ന് അപ്പായി, നമുക്ക് പ്രീമിയം ക്ലയൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഒരു വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൊളാബിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ.
പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലുള്ള ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കൊളാബിൽ തന്നെ വരുന്ന ക്ലയൻസ് നമുക്ക് സ്റ്റിൽ ഉണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു ഹാപ്പിനെസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിലേക്കൊക്കെ പോകുന്ന വഴി ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പറയും ഇപ്പം 4 വർഷമായിട്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അവര്, അതൊരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണല്ലോ അതിനൊരു. തീർച്ചയായിട്ടും. എനിക്ക് ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ മേഖലയിൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, എന്നാലും പാരവെപ്പുണ്ടോ ഈ മേഖലയിൽ സ്ഥാപനങ്ങൾ തമ്മിൽ? ഉണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെ ഇതുണ്ടോ ഞാൻ അങ്ങനെ അന്വേഷിക്കാറില്ല. വെറുതെ എനിക്ക് ടെൻഷനാണ്, ഇൻട്രസ്റ്റ്. അപ്പൊ ഇങ്ങനത്തെ കേസൊക്കെ ഞാൻ കൂടുതലും എന്നെ പറ്റി ഒരാള് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ ചോദിക്കാൻ പോലും പോകാറില്ല. ഞാൻ അത് പോട്ടെ ഞാൻ മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ഒരു പീസ് കളയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ എന്ത് കാര്യം എന്നെ പറ്റി അയാൾ പറഞ്ഞെങ്കിൽ അത് അവന്റെ ഒപ്പീനിയൻ, എനിക്ക് അവനോട് തർക്കിക്കാൻ നീ എന്താന്ന് വെച്ചാൽ ഞാനങ്ങനെ എനിക്ക് എന്നെ പറ്റി അയാൾ പറഞ്ഞാൽ എനിക്ക് മൈൻഡ് ചെയ്യണ്ട, ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാം. ചില സമയത്ത് എനിക്ക് ഭ്രാന്ത് കയറി, കാരണം ഞാനിങ്ങനെ പറയും അവരിങ്ങനെയൊക്കെ പറയുന്നു, എന്താ അങ്ങനെ പറഞ്ഞത്, നമ്മൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പൊ പറയും നീ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത്, നീ എന്തിനാ നോക്കുന്നത്, അത് നോക്കണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, സമാധാനം പോ അങ്ങനെ പറയും. അത് നമ്മളത് അതിനെപ്പറ്റി സംസാരിച്ചു, പിന്നെ അത് നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. നമ്മൾ 1-2 ദിവസം ആ ഒരു മൈൻഡിലായിരിക്കും. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്ലയന്റിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മൂഡാണ്, ഐ ഡോണ്ട് കെയർ. ഞാൻ ഒന്നും എല്ലാം അങ്ങനെ വല്ല പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അത് സോൾവ് ആവും, എന്തെങ്കിലും പ്രശ്നം അത് സോൾവ് ആയിക്കോളും, സംസാരിച്ച തീരും, അത് അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഒരു ഫൈറ്റിന്റെ റീസൺ അത് തന്നെയാ. അതിന് കുറച്ച് എല്ലാം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ, കുറച്ച് ലേസി ആയിട്ട് പോകുന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വീട്ടില് മെയ്ഡിന്റെ പെർഫെക്ഷൻ അനു വിചാരിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും, അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ നടക്കണം. ഞാൻ അങ്ങനെ ചെറിയ പരാതിയൊക്കെ പറഞ്ഞില്ല. ഇപ്പൊ വീട്ടില് മെയ്ഡ് അവള് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, അതെന്താ അവള് കേൾക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോ പറയും ഒന്നില്ലെങ്കിൽ നീ ഡയറക്റ്റ് ചോദിക്ക്, അല്ലെങ്കിൽ അവള് പറഞ്ഞു വിട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ തമ്മിൽ സോൾവ് ചെയ്യൂ. ഞാൻ ടി വിയെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സിനിമ കണ്ടിരിക്കുമ്പോൾ നോക്കാം എനിക്ക് പിന്നെ അവിടെ ചെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ടെൻഷൻ ഇനി അയാളോട് പറഞ്ഞിട്ട് അവരുടെ മൈൻഡ് റെഡി ആവാതെ ഇനി വേറെ എന്തെങ്കിലും ആവോ. ഞാൻ പറഞ്ഞു മാക്സിമം ഇത് സോൾവ് ചെയ്ത് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്ത്. ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പോസിബിൾ അല്ല, അത് പറയും ശരിക്കും പോസിബിൾ അല്ല. പക്ഷെ നമ്മള് നമ്മുടെ ഒരു അതങ്ങ് മാറി വേറൊരു സംഭവമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് ഫുൾ ടൈം സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, എനിക്കുള്ള ഭയങ്കര ഒരു സപ്പോർട്ട് വിഷ്ണു തന്നെയാ. പക്ഷെ വിഷ്ണു എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഇങ്ങനെ കൂളായിട്ട് എടുത്ത്, പിന്നെ ആൾക്ക് അറിയാം ഞാൻ ഒരു ഭാഗം നോക്കിക്കോളും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ ഞങ്ങള് കൊച്ചി ബ്രാഞ്ച് ഒരു 1 year മുന്നേ റീലൊക്കേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത പെട്ടെന്നൊരു റീലൊക്കേഷൻ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ റീലൊക്കേറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ആകെ ഒരു ടെൻഷനായിട്ട് ആളെ ചെറുതായിട്ടൊരു ടെൻസ്ഡ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ അതും നമ്മള് കുഴപ്പമില്ല, തരണം ചെയ്തു. ഓക്കെ, നമുക്ക് നല്ല ക്ലയൻസ് ഉണ്ട്, കുഴപ്പമില്ല. നമ്മൾ സ്കിൻ, ഹെയർ, നെയിൽ സർവീസ്, ഹെയർ എക്സ്റ്റൻഷൻ. നമ്മുടെ രേണുസുതി ചേച്ചിയുടെ നമ്മൾ എന്താ ചെയ്ത് കൊടുത്തിരുന്നത്? ആള് കളറ് റെഡ് ടോൺ ആയിരുന്നു ചെയ്തത്. അപ്പൊ ആൾക്ക് ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ചെയ്തു. കൊടുത്തു. കളറാണ് ആൾക്ക് ഫേസിന് നല്ല സ്യൂട്ടബിൾ ആവുന്ന ഒരു കളർ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കായിരുന്നു. ഇഷ്ടപ്പെട്ടു, ആള് മെസ്സേജ് ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഫൈനൽ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞിട്ടായിരുന്നു അല്ലേ? അത് അങ്ങനെയായിരുന്നു ലാസ്റ്റ് എല്ലാരും കൂടിയിട്ട് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു, ഫിനാലെ കഴിഞ്ഞിട്ടായിരുന്നു തോന്നുന്നു. റെഗുലർ ആയിട്ട് വരുന്ന ഒരുപാട് ഇതുപോലത്തെ സെലിബ്രിറ്റി ക്ലയന്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മീനാക്ഷി ഞാൻ കുറെ പേജിൽ ഇങ്ങനെ കുറെ കണ്ടായിരുന്നു. മീനാക്ഷി നമ്മുടെ റെഗുലർ ക്ലയന്റ്. ഈ പേജിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? പേജിൽ ഫസ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട,
ആഫ്റ്റർ ബിഫോർ വീഡിയോ ക്ലൈനോട് സംസാരിക്കുന്നു, അവരെങ്ങനെയെങ്കിലും വീഡിയോ എടുത്തോളൂ, അപ്പോൾ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ അതിനുശേഷം രണ്ടാമത് സംസാരിക്കേണ്ട സമയത്ത് വന്നപ്പോൾ നമ്മളിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, നമുക്ക് വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. അങ്ങനെ അത് ഓക്കെ. പിന്നെ അത് ഓക്കെ. പിന്നെ അത് നമ്മുടെ ഒരു സർക്കിളാണ്, സ്റ്റുഡിയോ നമ്മുടെ സ്പേസാണ്. അപ്പം അവിടെ നമ്മൾ ഭയങ്കര കൂളാ, നമുക്ക് എങ്ങനെ വേണേൽ സംസാരിക്കാം. വേറൊരു സ്പേസിൽ പോകുമ്പോൾ സംസാരിക്കാൻ സ്റ്റാർട്ടിങ് നമ്മൾ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇഷ്യൂ ആയിരുന്നു. ഞാനും വിഷ്ണുവിന് ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ചെയ്തത് നമ്മുടെ ഷോപ്പിന്റെ റിസപ്ഷനിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പേടിയായിട്ട് ഞങ്ങൾ ക്യാബിൽ പോയിരുന്നിട്ടാണ് ഫസ്റ്റ് വീഡിയോ ചെയ്തത്. അതെ, അല്ലല്ല, എനിക്കിങ്ങനെ പുറത്തു പോയൊരു ക്രൗഡിൽ പോയിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഞാൻ എപ്പോഴും മുന്നേ ഞാനൊരു ഏജ് വരെയൊക്കെ ഇങ്ങനെ ഒറ്റക്ക് സിനിമ കണ്ട് മനസ്സിലായി, അധികം ആൾക്കാർ ഒറ്റയ്ക്ക് അങ്ങനെ നടന്ന ആളാ. ഹോട്ടലിൽ പോണെങ്കിൽ ഒറ്റയ്ക്ക് പോകും, പോയിക്ക് പോണെങ്കിൽ ഒറ്റയ്ക്ക് പോകും. അല്ല, ഒരു സമയത്ത് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു സർക്കിളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞു ഒക്കെ ഒരു ലെവലിൽ സംസാരിക്കും. അല്ലാതെ വേറെ ക്രൗഡിൽ പോയിട്ട് ഒരാളോട് മിണ്ടാനൊക്കെ ഭയങ്കര പാടാ. ചെന്ന് കഴിഞ്ഞാൽ അവരോട് എന്ത് സംസാരിക്കും, ഇവർ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചു മിക്ക പരിപാടികൾക്കും വിളിച്ചാൽ പോവില്ല. അതോർക്ക് ടെൻഷനാണ്. ഇപ്പൊ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ സംസാരിക്കും. ഇപ്പം സ്റ്റുഡിയോ എന്റെ സ്പേസാ, അവിടെ ആരും വന്നാലും എനിക്ക് സംസാരിക്കാം. പുറത്തു പോയാൽ ഇപ്പം ഒരു ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ടെൻഷനൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല. ഒറ്റയ്ക്ക് എനിക്ക് പോകാനൊക്കെ ഇഷ്ടമാണ്. അത് ആൾക്കാരോട് എനിക്ക് എവിടെ വേണേലും ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടമാണ്, സംസാരിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ വല്ല ഫംഗ്ഷൻസിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ മിക്കവാറും ചെയ്യാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് റെഡി ആയിട്ടാ പോരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് വെണ്ണല പാലാരിവട്ടം എത്തുമ്പോൾ പറയും, അല്ലെങ്കിൽ വേണ്ട നമുക്ക് പോകണ്ട, അവിടെ മൊത്തം ആൾക്കാരായിരിക്കും, ഷോപ്പിക്ക് പോകാം, ഷോപ്പിക്ക് ഇല്ല പോലെ. അങ്ങനെ കുറേ പരിപാടികൾ അനുഭവിച്ചാണ്. പിന്നെ തീരെ പറ്റാത്ത പിന്നെ അത്രയും അടുത്ത ഫ്രണ്ട്സ് അങ്ങനെ മാത്രമേ പോവുള്ളൂ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മൊത്തം ക്രൗഡായിരിക്കും. ശരിയാവോ അല്ലെ വേണ്ട, ഫോട്ടോ എടുക്കേണ്ടി വരില്ലേ, അങ്ങനെയൊക്കെ ടെൻഷനാ. അങ്ങനെ നമുക്ക് അവിടെ പോകണം, ഫോട്ടോ എടുക്കണം, നമുക്ക് പിന്നൊരു നമ്മുടെ മൂഡ് പോകും. പോണം. വിഷ്ണുവിന് ആദ്യമൊന്നും തീരെ സംസാരിക്കില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാല്, ആദ്യം എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് അവർ ചോദിക്കും, എടീ ഒന്നും ഉണ്ടണില്ലല്ലോടി. ഞങ്ങൾ ആദ്യം എൻ്റെ ഒരു 4 ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ഒരു ട്രാവൽ പോയിരുന്നു, കല്യാണം കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, വിഷ്ണു ഒന്നും ഉണ്ടെന്നില്ലല്ലോ, അവന് ഓക്കെ അല്ലേ, ഞങ്ങളുടെ കൂടെ ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ പറയും കുഴപ്പമില്ല, മിണ്ടിക്കോളും. അതൊരു നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ആള് ഭയങ്കര കമ്പനിയായി അവരായിട്ട്. അതാ ഒരു കംഫർട്ടബിൾ ആവുന്നവരെ തീരെ സംസാരിക്കില്ല. വീട്ടില് വീട്ടിൽ ചെന്ന് വേറെ എന്നാളാ. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഷോപ്പിന്റെ, ഞാൻ ഹരിയുടെ അടുത്തൊക്കെ പറയും, ഇപ്പൊ ഷോപ്പിന്റെ ഡോർ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അങ്ങ് ഇറങ്ങിയ ആള് വേറെ ആളാ, എക്സ്ട്രീമില് വേറെ ആളാ. അപ്പൊ ഭയങ്കര ചൈൽഡിഷ് ആവും, എന്തൊക്കെയോ. പിന്നെ എനിക്ക് തോന്നുന്നു എന്നെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയോ ചെയ്യും. എന്നാൽ ഷോപ്പിന്റെ അകത്തേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ആള് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സായി ഇങ്ങനെ പതുക്കെ. എന്നാ പിന്നെ ഈ സൈലൻസ് അങ്ങോട്ട് സ്വന്തമാക്കിയേക്കാന്ന് വിചാരിച്ചു. അല്ല, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് എൻ്റെ വീട്ടില് മമ്മി ചേട്ടനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരുടെ ആ ഒരു ചെറിയൊരു സർക്കിളിൽ അവരെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, ബിക്കോസ് എനിക്ക് അപ്പയില്ല. അപ്പോൾ ആൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമൊക്കെയാണ്. ആളാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും എനിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തതൊക്കെ ആൾ തന്നെയാണ്. പക്ഷെ ആൾ അതുപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് ആവുമല്ലോ. അപ്പോൾ വിഷ്പിൻ ഞങ്ങൾ ഫ്രണ്ട്സായി. വിഷ്പിൻ ഇങ്ങനെ ഒരു നമുക്ക് കല്യാണം കഴിച്ചാലോ, അങ്ങനൊരു ഞങ്ങൾ അത്യാവശ്യം മെച്ചുവേർഡ് ആയി പിന്നെയാണ് ഈ ഒരു അഫെയറൊക്കെ ആയത്. അപ്പോൾ കല്യാണം കഴിച്ചാലോ എന്നൊരു തോട്ട് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ പറയായിരുന്നു ഇത്, മമ്മി ഇതെങ്ങനെയുണ്ടാവും. മമ്മി പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനാള് ഹിന്ദു ആള്, ഞങ്ങൾ ഇന്റർകാസ്റ്റാ. അപ്പൊ ആള് ഹിന്ദു അല്ലേ. അപ്പൊ മമ്മി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം, ചേട്ടനോട് പറയാം. അങ്ങനെ ബ്രദറിനോട് പറഞ്ഞ് അങ്ങനെ നമ്മള് അങ്ങനെ ഒരു മാരേജിലേക്ക് എത്തിയതാണ്. ഓക്കെ, അടിപൊളി. ഏതായാലും എല്ലാം നല്ലതിനായി. ഇപ്പൊ ഇവിടം വരെ എത്തിയിരിക്കുന്നു, എല്ലാം നല്ലതിനായി. ഒരൊറ്റ ഡൗട്ട് കൂടി ചോദിക്കാനുണ്ട്. എല്ലാം ഓവറായിട്ട് ചിന്തിച്ച് എല്ലാ സൈഡും സേഫ് ആണെന്ന് നോക്കി ചെയ്യുന്നോണ്ട് പറയാണ്, ഈ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ ആലോചിച്ച് കൂട്ടി ഇവൾ എന്റെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പറയാമോ? ഞാനിപ്പോ എനിക്ക് തോന്നി അനു വന്നു കഴിഞ്ഞാൽ അതിന് കുറെ ഐഡിയാസ് ഉള്ള ആളാ. അതിന് കുറെ ഐഡിയാസ് ഒക്കെ ഉള്ള ആളാ. അപ്പൊ അനു വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നന്നായിട്ട് പോകും.
കുറേ കാര്യങ്ങൾ എൻ്റെ പേഴ്സണലി കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട്. ആ. ഞാൻ കുറച്ചുകൂടി പണ്ട് വൃത്തി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി വൃത്തി കൂടി. പിന്നെ വീടൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട്, നമ്മുടെ വീടും പരിസരമൊക്കെ എല്ലാം നീറ്റ് കുറച്ചുകൂടിയൊക്കെ ഡിസിപ്ലിൻ ആയിരുന്നു ലൈഫിലൊക്കെ മാറി. മാറ്റം വന്നിട്ടുണ്ട്. ടീച്ചർ അല്ല, അതായത് ആള് കൂടുതൽ ഒറ്റയ്ക്കാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ ആൾക്ക് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ സിങ്ക് ആയതാണ്. ഇപ്പൊ എനിക്ക് അപ്പയില്ല, ആൾക്ക് അമ്മയില്ല. അപ്പൊ അങ്ങനെ സിങ്ക് ആയത്. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോ ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള റിലേഷൻഷിപ്സിൽ മൊത്തം ഇപ്പൊ നമ്മൾ അറിയുന്നവരുടെ ആണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത്, ഇപ്പോ ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും എന്തിനാ അങ്ങോട്ട് പോയത്, നീ ആരുടെ കൂടെ പോയത്, ഫോട്ടോ അയക്കും, അങ്ങനത്തെ ഒക്കെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ വിഷ്പിന്റെ ഒരു ഇതിനകത്തേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, താൻ എന്ത് ചോദിക്കാത്ത ഞാൻ എവിടെ പോയിക്കുന്നതെന്ന്. അതിനിപ്പോ എന്താ, നീ വീട്ടിൽ തിരിച്ചെത്തിക്കോളൂ, അതിനിപ്പോ എന്താ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. അപ്പൊ എനിക്കും ഭയങ്കര ഒരു ഫ്രീ ആയി നടക്കാം. പിന്നെ എനിക്കെന്ന് പറയുന്നത്, എനിക്ക് എപ്പോ വേണമെങ്കിലും വിഷ്ണുവിന്റെ അടുത്ത് എന്ത് വേണേലും പറയാം, മനസ്സിലായി. അപ്പൊ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ തമ്മില്. അടിപൊളി. ഈ ബോണ്ടാണ് നമ്മുടെ ഇപ്പൊ ഈ ബിസിനസിന്റെയും ലൈഫിന്റെ എല്ലാത്തിന്റെയും വിജയം അല്ലേ. നമ്മളിപ്പോ ഒരു 4 വർഷം മുമ്പാണ് നമ്മൾ ഫസ്റ്റത്തെ ബ്രാഞ്ച് കാലിക്കറ്റ് തുടങ്ങിയത്. രണ്ടാമത്തത് കൊച്ചി, അത് കഴിഞ്ഞടുത്തത് ട്രിവാൻഡ്രം തുടങ്ങി, പിന്നെ ദുബായിൽ തുടങ്ങി. 4 വർഷം കൊണ്ട് 4 ബ്രാഞ്ചുകളായി നമുക്ക്. എന്തായാലും അതിന്റെ അർത്ഥം നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ സർവീസിന്റെ തന്നെയാണ്. നമുക്ക് ഇത്ര അധികം ആൾക്കാർ മെസ്സേജ് അയച്ച് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമകളെ കൊണ്ടൊന്ന് ഇന്റർവ്യൂ ഒന്ന് പറയണ്ടെങ്കിൽ അത്ര ആൾക്കാർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു കണക്ഷൻ, ഈ ഒരു ബോണ്ടിങ് ഇതേപോലെ തന്നെ പോട്ടെ. ഈ സ്ഥാപനം ഇതേപോലെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വേണ്ട, ലോകത്ത് എല്ലാവർക്കും എത്തട്ടെ. കൊളാബിന്റെ സർവീസ് എല്ലായിടത്തും കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നിങ്ങൾ നേരെയാണ്. വളരെ സന്തോഷം. താങ്ക് യു.